അച്ഛാ ഗോപികൃഷ്ണ കണ്ണപ്പമാവ വന്നിരിക്കണോ എഴുത്ത് വന്നിരിക്കണോ. വളരെ സന്തോഷകരമായ ഒരു വാർത്ത വരുന്നു. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക്. സൂപ്പർ ബ്രോ. ഇനിയെങ്കിലും നീ കരച്ചിലൊന്ന് നിർത്തണ്ട ഹരിനാരായണ. ഞാൻ പണ്ടുപോലെ സന്തോഷം വന്നു കഴിഞ്ഞാ കരയും, സങ്കടം വന്നു കഴിഞ്ഞാ ചിരിക്കും. മെസ്സി കേരളത്തിലേക്ക് എത്തുകയാണ്. അത് ഉറപ്പിക്കുകയാണ് മന്ത്രിയുടെ വാക്കുകൾ. എത്രത്തോളം ആവേശകരമാണ്. സൂപ്പർ ബ്രോ. സർ പ്ലീസ് കരയാതിരിക്കൂ. ലോകത്ത് തന്നെ ഒന്നാം നമ്പർ ടീമായിട്ടുള്ള അർജന്റീന മെസ്സി അടക്കമുള്ള നാഷണൽ ടീം ഇവിടെ വരികയാണ്. അർജന്റീന ടീം അടുത്ത വർഷം കേരളത്തിൽ കളിക്കാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ഉയർന്ന ആകാംക്ഷ മെസ്സി കൂടി വരുമോ എന്നതാണ്. പക്ഷെ ലയണൽ മെസ്സി കൂടി വരും എന്നുള്ളതാണ് ഇപ്പോൾ കായിക മന്ത്രി അറിയിച്ചിട്ടുള്ളത്. എടാ ഇത് സത്യമായ കാര്യമാണോ അതോ മതിയടാ, ഓട്ടക്കാലിലേക്കാ മതി. നിനക്ക് 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 എന്താ വേണ്ട? ഒന്നും വേണ്ട. അല്ല നിനക്ക് അത് ഏറ്റവും വലിയ രീതിയിൽ കേരളത്തിലെ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആവേശമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാരും അടിച്ചു കയറി വാ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മെസ്സിക്കും അർജന്റീനയ്ക്കും ഏറ്റവും അധികം ഫാൻസ് ഉള്ളത് അർജന്റീനയ്ക്കാണ്. കേരളത്തിൽ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരെ നമുക്കറിയാം ഖത്തർ ലോകകപ്പ് ശ്വാസം അടക്കി പിടിച്ചാണ് കണ്ടത്. അർജന്റീന ചാമ്പ്യന്മാരായപ്പോൾ നമ്മൾ ജയിച്ച പോലെയാണ് മലയാളികൾ, കേരളം ഇന്ത്യ ജയിച്ച പോലുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. Asistencia da Xavi, més cap a dreta per Messi, Messi, immens Messi, encara 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 Messi, gol, 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 gol. Argentina, champions of the world. കേരളത്തിൽ കളിക്കുന്നതിന് അർജന്റീന അസോസിയേഷന്റെ അനുമതി ലഭിച്ചതായാണ് സൂചന. പേര് മറക്കണ്ട. വെറുതെ കുണ്ടിയാറ്റി കളിക്കാണ്ട് പോ. അടുത്ത വർഷം എത്തുന്ന ടീം 2 മത്സരങ്ങൾ കളിച്ചേക്കും. എന്തിനോട് ക്രൂരത കാണിച്ച് നമ്മളങ്ങനെ അർജന്റീന ടീമിനെ നേരിട്ട് കാണാൻ പോവുകയാണ്. അത് സാധ്യമാവുകയാണല്ലേ? ആ സ്വപ്നം സഫലമാകുന്നു. ഇപ്പോൾ ഇത്തരത്തിൽ ഇത് പറയാൻ കാരണം കൃത്യമായി തന്നെ അവർ ഫിഫ വിൻഡോ പ്രകാരം വരുന്ന സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ, തങ്കപ്പൻ. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങൾക്കും സർക്കാർ നേതൃത്വം നൽകും. സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഇതിൽ. ഇതെല്ലാം തന്നെ ഗവൺമെന്റാണ് നേരിട്ട് ചെയ്യുക. ഈ സർക്കാരിന്റെ കാര്യം എന്തിനാ പറയാൻ പോയെ? ഇല്ലെങ്കിൽ ഈ ആനപ്പുറത്ത് കയറി മടങ്ങി പൊക്കൂടായിരുന്നോ? ഇപ്പൊ സർക്കാരിന്റെ കാര്യം ഇവിടെ പറയാൻ പാടില്ല. മിണ്ടാൻ പാടില്ല. അത് പുതിയൊരു അറിവാ. എന്റെ അനുജനുണ്ടല്ലോ, ആ അലവലാതി അവിടെ നിന്നോണ്ട് എന്നെ നോക്കി ചിരിക്കുക. എങ്ങനെ ഞാൻ അവനെ ഫേസ് ചെയ്യും? സഹൃദയരായ ഫുട്ബോൾ പ്രേമികളെ, അതുപോലെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കേരളത്തിലെ വിവരം സന്തോഷം അത്യാഹ്ലാദപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. ഫുട്ബോൾ എന്ന് കേൾക്കുന്നത് തന്നെ നാണക്കേടാ. 22 മണ്ടന്മാര് ഒരു പന്തിന്റെ പുറകെ ഒരർത്ഥവുമില്ലാതെ ഓടുന്ന ഒരു തല്ലിപ്പൊളി കളിയല്ലേ ഫുട്ബോള്? ഇതിന്റെ പിന്നാലെ ഇത് ബെറുങ്ങനിട്ട് തട്ടാനുള്ള പന്തല്ല, ഭൂഗോളാണ്. നല്ലോണം തട്ടിയാലേ ധന്യം കൊണ്ട് ലോകം